നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടത് നമുക്ക് വീണ്ടും ഒരു ബുധനാഴ്ചയുടെ സന്ധ്യ കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ അവസരം ലഭിച്ചു. 40 നോമ്പിന്റെ ആദ്യത്തെ ആഴ്ചയിൽ അതിൻ്റെ ആദ്യ ബുധനാഴ്ച കഴിഞ്ഞു വരുന്ന സന്ധ്യ. നോമ്പിന്റെ ആരംഭം ശുഭക്കോനോയുടെ നല്ല ശുശ്രൂഷയിലൂടെ ദൈവോന്മാകെ സമർപ്പിച്ച് നാം ആരംഭിച്ചു. വീണ്ടും ഓരോ ദിവസവുമുള്ള യാമപ്രാർത്ഥനകൾ അനുഷ്ഠിച്ച് നാം ദൈവത്തിൽ ശക്തി പ്രാപിച്ച് നോമ്പിന്റെ നല്ല അനുഭവം തേജും ശ്രീയാനി സഭ അതിന്റെ ആരംഭ കാലഘട്ടം മുതൽ നോമ്പിന്റെ വലിയ ശക്തിയിലാണ് അത് വളരുവാൻ ഇടയായത്. വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ നാം പരിശോധിക്കുമ്പോൾ നോമ്പിന്റെ അനുഷ്ഠാനങ്ങളിലൂടെ മനുഷ്യൻ തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നുവെങ്കിൽ മാത്രമേ അവന് ദൈവ മനുഷ്യനായി തീരുവാനായിട്ട് സാധിക്കൂ. സൃഷ്ടിയുടെ മകുടമായി ദൈവം തന്റെ സ്വരൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ ഏദന്റെ പർദീസയിലാക്കി. അവനിൽ ദൈവം സൃഷ്ടികർമ്മത്തിൽ തന്നെ നൽകിയ ചൈതന്യം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനത്തിൽ അത് പൂർണ്ണമായി നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. ദൈവം തന്റെ ഛായയിലും തന്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവ ചൈതന്യവും ദൈവ സ്വരൂപവും ഒരിക്കലും മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവ സംസർഗം എപ്പോഴും നിലനിൽക്കുന്ന ഏതെങ്കിലും അവനെ ദൈവം പാർപ്പിച്ചിട്ട് വളരെ ക്രമീകൃതമായ ജീവിത ശൈലി അനുഷ്ഠിക്കുവാൻ ദൈവം അവനോട് ആവശ്യപ്പെടുകയാണ്. ഏതെങ്കിലും ദൈവം സൃഷ്ടിച്ചവന് കൊടുത്തു. അന്ത്യോക്യയുടെ ഒരു പത്രികീസായിരുന്ന വിശുദ്ധ കുർബാനയിൽ അഥവാ വിശുദ്ധ കുർബാന തക്സ ക്രമീകരിച്ച് നൽകിയ കാനസ്തോ എന്ന് പറയുന്ന പിതാവ് വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ കസായ് മിലാസ് സാഹിബ് വെടിഞ്ഞാട്ടെടുത്ത് കൃതജ്ഞതാ പ്രാർത്ഥന ഇങ്ങനെയാണ് ചൊല്ലുന്നത്: സസ്യമോചനത്തിൽ പതിവായിട്ടുള്ള ഞങ്ങളുടെ നാവുകളെ നിന്റെ ഏകജാതന്റെ ശരീരരക്തങ്ങളിൽ അനുഭവിച്ച് അതിൽ സംബന്ധിക്കുവാൻ കൃപ നൽകിയതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയും. മനുഷ്യനെ ദൈവം ഏതെന്റെ പർദീസയിൽ ആക്കി വെക്കുമ്പോൾ തന്നെ ഏത് മുഖായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്? സസ്യമുഖാണോ മാസമുഖാണോ? മനുഷ്യൻ ദൈവ സൃഷ്ടിയിൽ ഏത് മുഖാണ്? സസ്യമുഖാണ്. അതുകൊണ്ടാണ് ആ പുണ്യപിതാവ് അങ്ങനെ പറയുവാൻ കാരണവും പഴയ വിശുദ്ധന്മാരുടെ പട്ടികകൾ പരിശോധിച്ച് നോക്കിയാൽ അവർ ആ അനുഷ്ഠാനങ്ങളിലൂടെ ആ വ്യത്യസ്തമായ ജീവിതശൈലി നിലനിർത്തി മുൻപോട്ട് പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും.
ഏതെന്റെ പർദീസയിൽ മനുഷ്യനെ ആക്കിയിട്ട് ആദമിനെ ഹവ്വയും ആക്കിയിട്ട് ദൈവം അവരോട് പറഞ്ഞത് എന്താണ്? ഈ ഉദ്യാനത്തിൽ, ഈ തോട്ടത്തിലുള്ള എല്ലാ സസ്യജാലങ്ങളുടെയും ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ആ സസ്യജാലങ്ങളിലൂടെ ലഭിക്കുന്ന, ആഹരിക്കുന്ന പോഷകഗുണങ്ങളൊക്കെയും അവരെ ഏത് ചൈതന്യത്തിൽ നിലനിർത്തും? ദൈവ ചൈതന്യത്തിൽ നിലനിർത്തും. അപ്പൊ ദൈവ ചൈതന്യം ഒരിക്കലും അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവം ഏറ്റവും ക്രമീകൃതമായ ജീവിത ശൈലി അവരെ ഫലമേൽപ്പിച്ചു. എന്നാൽ മനുഷ്യൻ ദൈവ ഇഷ്ടങ്ങളിൽ നിന്ന് അകലുവാൻ നിർബന്ധിതനായി തീർന്നു, അവന്റെ സ്വാർത്ഥത മുഖാന്തരമായി. ദൈവം അവന് കൽപ്പിച്ചു നൽകിയ ഉപവാസത്തിന്റെ ക്രമീകരണവും ഭക്ഷണശൈലിയുടെ നിബന്ധനയും എപ്പോൾ മനുഷ്യൻ ലംഘിക്കുവാൻ ഇഷ്ടപ്പെട്ടുവോ ആ സമയം മുതൽ അവനിൽ ദൈവ ചൈതന്യം ഇല്ലാതായി തീരുകയാണ്. അതുവരെയും അവനിൽ തോന്നാത്തതായ ചിന്തകൾ അവനിൽ ഉണ്ടാകുന്നു. നോമ്പിന്റെ അനുഷ്ഠാനങ്ങൾ മുറിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ, അഥവാ ദൈവം തിന്നരുതെന്ന് പറഞ്ഞതായ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ അരികിലേക്ക് അവൻ ചെന്നെത്തിയപ്പോൾ തന്നെ ആ ഫലം ഭക്ഷിച്ച് കഴിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. പിശാച് പറഞ്ഞതനുസരിച്ച് ആ ഫലം കാണുവാൻ ഭംഗിയുള്ളതെന്ന് അവൻ ഗ്രഹിച്ചു. അവൻ ഭക്ഷിച്ചിട്ടില്ല, അവനെ ഫലം അന്നുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ കഴിക്കുന്നതിന് മുൻപ് അവന് മനസ്സിലായി അത് തിന്നാൻ രുചിയുള്ളതാണെന്ന് മനസ്സിലായി. 3, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായ വസ്തു എന്ന് അവന് മനസ്സിലായി. ദൈവ വചനത്തെ നിഷേധിക്കുവാൻ അവൻ മനസ്സിൽ തീരുമാനിച്ചപ്പോൾ തന്നെ നോമ്പ് ലംഘിക്കുമ്പോൾ ഉളവാകുവാൻ പോകുന്ന വസ്തുതകളെ കുറിച്ച് അവൻ ഗ്രഹിച്ചു. അവൻ ആ വഴിയെ, നോമ്പിനെ ലംഘിച്ച് ദൈവം വെച്ച ജീവിതശൈലിയിൽ നിന്ന് മാറി നോമ്പിനെ മുറിച്ച് ദൈവചൈതന്യത്തിൽ നിന്ന് അകലുവാൻ അവൻ നിർബന്ധിതനായി തീർന്നു, അവന്റെ സ്വാർത്ഥത മുഖാന്തരമായി. അങ്ങനെ ആദ്യമായി നോമ്പിനെ ലംഘിക്കുന്നത് ആരാണ്? ആദ്യപിതാവായ ആദമും ഹവ്വയുമാണ്. നോമ്പിന്റെ അല്ലെങ്കിൽ ദൈവം സംസ്ഥാപിച്ച ആ ജീവിത ശൈലിയെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് കഴിയുക എന്നുള്ളതായ ആ ക്രമീകൃതമായ ജീവിത ശൈലിയെ ആദ്യ മനുഷ്യൻ മുറിച്ച് നീക്കിയപ്പോൾ അവനിൽ ദൈവം തന്നെ നൽകിയതായ ചൈതന്യം, അല്ലെങ്കിൽ ദൈവികമായ അവനിൽ കുടികൊണ്ടിരുന്നതായ തേജസ് അവൻ തന്നെ നഷ്ടപ്പെടുത്തി മനുഷ്യജാതി മുഴുവനും ഈ കോലമായി തീർന്നു. ഏത് കോലം? നമ്മുടെയൊക്കെ ഈ കോലമായി തീർന്നു. നമ്മളൊക്കെ ഏത് കോലത്തിലായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്? ദൈവ ചൈതന്യം തുളുമ്പുന്ന, ദൈവത്തിന്റെ ഛായ സ്വരൂപവും നിലനിൽക്കുന്ന തലത്തിലായിരുന്നു. എന്നാൽ എന്ന് ദൈവം കൽപ്പിച്ച് നൽകിയതായ ജീവിത ശൈലിയിൽ നിന്നും മാറിയോ, അപ്പോൾ മുതൽ ആദവരുടക്കപ്പെട്ട സകല മനുഷ്യവർഗവും ഇപ്രകാരം ആയിരുന്നു. എന്നാൽ തുടർന്ന് നാം വേദപുസ്തകം പഠിക്കുമ്പോൾ ആരൊക്കെ നോമ്പിന്റെ ചൈതന്യത്തിൽ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുവോ അവരൊക്കെ ദൈവ ചൈതന്യത്തിലേക്ക് വീണ്ടും വരികയും അവർ ദൈവസന്നിധിയിലേക്ക് ചൈതന്യത്തോടെ തന്നെ മടങ്ങി പോവുകയും ചെയ്തു. ജന്മം കൊണ്ട് ആദമിൽ ജനിച്ചവരാകയാൽ അവരിൽ ആ ദൈവിക ചൈതന്യം ഇല്ലായിരുന്നുവെങ്കിൽ ദൈവം കൽപ്പിച്ചു കൊടുത്തതായ ജീവിത ശൈലിയിലേക്ക് അവർ മടങ്ങി വന്നപ്പോൾ അവർ ദൈവ ചൈതന്യത്തിൽ, ദൈവ തേജസ്സിൽ നിറഞ്ഞവരായി നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നാം ഇന്ന് ഈ വ്യാഴാഴ്ചയുടെ നോമ്പിന്റെ ആദ്യ ആഴ്ചയുടെ വ്യാഴാഴ്ചയുടെ സന്ധി അതിന്റെ സുലൂസോ ഇങ്ങനെ നാം ചൊല്ലി: ദൈവമായ കർത്താവേ, പരിശുദ്ധ നോമ്പിന്റെ പ്രമാണങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും
അതിന്റെ ഉത്കൃഷ്ടമായ നല്ല രീതിയെ ഉത്സാഹമായി കാത്തുകൊള്ളുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. അതിന്റെ പരിപൂർണമായ രൂപത്തെ ഞങ്ങളുടെ ആത്മാവിൽ ആകൃതിപ്പെടുത്തണം. അതിന്റെ വിശേഷപ്പെട്ട പ്രകാശം ഞങ്ങളിൽ നീ ശോഭിപ്പിക്കണം. അപ്പോൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു രൂപമുണ്ട്. നോമ്പിന് അതിൻ്റെതായ രൂപമുണ്ട്, അതിൻ്റെതായ ഒരു പ്രകാശമുണ്ട്. ആ തലത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ നോമ്പ് എന്തായി തീരുകയുള്ളൂ? അനുഗ്രഹകരമായി നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കൂ. അല്പസമയത്തെ ചിന്ത, നോമ്പിന്റെ പരിപൂർണമായ രൂപത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കണം. എന്താണ് നോമ്പിന്റെ പരിപൂർണമായ രൂപം? നോമ്പിന്റെ പരിപൂർണമായ രൂപം എന്താണ്? നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ അതിന് ആൻസർ ഉണ്ട്. ദൈവത്തിന്റെ ഛായയും ദൈവത്തിന്റെ സ്വരൂപവും എന്താണോ അതിലെത്തിച്ചേരണമെങ്കിൽ നോമ്പ് അനുഷ്ഠിച്ചേ മതിയാവൂ. നോമ്പിലൂടെ ദൈവം നിശ്ചയിച്ചതായ ആ ക്രമീകരിക്കപ്പെട്ട ശൈലിയിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ. എങ്കിൽ മാത്രമേ നമുക്ക് നോമ്പിന്റെ പരിപൂർണമായ രൂപത്തിൽ എത്തി നമ്മുടെ ആത്മാക്കളിൽ ആ രൂപത്തെ ആകൃതിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നോമ്പിന്റെ രൂപം നമ്മുടെ ആത്മാവിൽ ആകൃതിപ്പെടുത്തുക. ആത്മാവിൽ അത് ആകൃതിപ്പെടുത്തുമ്പോൾ മാത്രമേ അതൊരു തേജസ്സായിട്ട് നമുക്ക് ലോകത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കൂ. 40 നോയമ്പ് ആദ്യമായി അനുഷ്ഠിച്ചത് ആരാണ്? ദൈവത്തിന്റെ ദീർഘദർശിയായ മൂശ ദീർഘദർശി. അവനവന്റെ മനുഷ്യായുസ്സിൽ എത്ര പ്രാവശ്യം 40 നോയമ്പ് അനുഷ്ഠിച്ചു? മോശ അവന്റെ മനുഷ്യായുസ്സിൽ എത്ര പ്രാവശ്യം 40 നോയമ്പ് അനുഷ്ഠിച്ചു? 2 പ്രാവശ്യം 40 നോയമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. അവൻ എവിടെ ഇരുന്നാണ് 40 നോയമ്പ് എടുത്തത്? സീനായി മലയുടെ മുകളിലിരുന്ന് ദൈവത്തോട് ചേർന്ന് 40 ദിനരാത്രങ്ങൾ അവൻ ദൈവത്തോട് ചേർന്നിരുന്നു. ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചേർന്നിരിക്കുക എന്നാണ്. ചേർന്നിരിക്കുക, ഉപവസിക്കുക, ചേർന്ന് ഇരിക്കുക. ആരോട്? ദൈവത്തോട് അവൻ ചേർന്നിരുന്ന് 40 ദിനരാത്രങ്ങൾ. അവിടെ വ്യക്തമായും പുറപ്പാട് പുസ്തകം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. അവൻ 40 ദിനരാത്രങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, അവൻ വെള്ളം കുടിച്ചില്ല, അവൻ ദൈവത്തോട് ചേർന്ന് ഇരിക്കുകയായിരുന്നു. 40ാമത്തെ ദിവസം എന്താണ് സംഭവിച്ചത്? ദൈവം അവന് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ദൈവത്തിന്റെ സ്വന്തം വിരലുകൊണ്ട് ദൈവം 10 കൽപ്പനകൾ, അഥവാ മനുഷ്യജാതി നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ കൽപ്പനകൾ 2 പലകളിലായി ദൈവം എങ്ങനെ എഴുതിയത്? തന്റെ വിരലുകൊണ്ട് എഴുതി മോശയ്ക്ക് നൽകി. 40 നോമ്പ് അനുഷ്ഠിക്കുന്നതിന് മുമ്പ് അവൻ പാളയത്തിൽ നിന്ന് മലയിലേക്ക് കയറി പോകുമ്പോൾ വെറും കൈയോടെയാണ് കയറിപ്പോയത്. അവന്റെ കയ്യിലൊന്നുമില്ല. എന്നാൽ 40 നോയമ്പ് പൂർത്തീകരിച്ച് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ ആത്മാവിൽ നോമ്പിന്റേതായ ആകൃതി 2 രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, അവന്റെ 2 കൈകളിലും എന്ത് നിറഞ്ഞിരിക്കുന്നു? ദൈവത്തിന്റെ പ്രമാണം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പന കൊണ്ട് അവൻ പൂർണ്ണനായി തീർന്നു. 2, ദൈവകൽപ്പനയിൽ പൂർണ്ണനായി തീർന്ന മനുഷ്യന്റെ മുഖം എങ്ങനെയായി തീർന്നു? തേജോമയമായി തീർന്നു. ദൈവത്തിന്റെ കൽപ്പന അവനവന്റെ ജീവിതത്തിൽ സ്വീകരിച്ചപ്പോൾ കൽപ്പനകൾ, ദൈവം എഴുതി കൊടുത്ത കൽപ്പനകൾ അവനവന്റെ ജീവിതത്തിൽ പരിപൂർണമായി കൈക്കൊണ്ടു കഴിഞ്ഞപ്പോൾ അത് അവനിലുണ്ടാക്കിയ വലിയ
തേജസ് കൊണ്ട് അവൻ നിറഞ്ഞു. ദൈവ തേജസ് കൊണ്ട് അവൻ നിറഞ്ഞിട്ട് പാളയത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? പാളയത്തിൽ അഹരോൻ അടക്കമുള്ള ഇസ്രായേലിയർ മുഴുവനും അവനെ നോക്കിയിട്ട് അവരുടെ നഗ്നമായ നേത്രം കൊണ്ട് ആരെ കാണുവാൻ സാധിക്കുന്നില്ല. മോശയുടെ മുഖത്തേക്ക് അഹരോൻ അടക്കമുള്ളവരുടെ നഗ്ന നേത്രം കൊണ്ട് മോശയെ നോക്കാൻ സാധിക്കുന്നില്ല. കാരണം മോശയുടെ മുഖത്ത് നിന്ന് അങ്ങനെ പ്രകാശരശ്മി അങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ ആരോട് ചേർന്നാണ് 40 ദിവസം ഇരുന്നത്? നീതിസൂര്യനായ ദൈവത്തോട് ചേർന്ന് 40 ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടിയ മോശ 40 പൂർത്തീകരിച്ച പാളയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ ത്വക്ക് തേജോമയമായി തീർന്നു. ഒരുപാട് പുസ്തകം 32-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം അവന്റെ മുഖം തേജോമയമായി തീർന്നു. നീതിസൂര്യനായ ദൈവത്തിന്റെ തേജസ് അവന്റെ ആത്മാവിൽ നിറഞ്ഞിട്ട് അവന്റെ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന തേജസ് അവന്റെ മുഖത്തുകൂടെ പുറത്തേക്ക് വമിക്കുന്നു. നട്ടുച്ചയ്ക്ക് നമുക്ക് ആർക്കെങ്കിലും സൂര്യനെ തെളിഞ്ഞു വിളങ്ങി നിൽക്കുന്ന സൂര്യനെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിക്കാണാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. നമ്മുടെ കണ്ണു മഞ്ചും. നമുക്ക് ഒരു സെക്കൻഡ് പോലും സൂര്യനിലേക്ക് നട്ടുച്ച സമയത്ത് നോക്കുവാൻ കഴിയില്ല. കാരണം നമ്മളുടെ നഗ്നനേത്രങ്ങൾക്ക് താങ്ങുവാൻ കഴിവുള്ളതിനേക്കാൾ വലിയ വെളിച്ചത്തിൽ അത് ജ്വലിച്ചു നിൽക്കുകയാണ്. അപ്പോൾ 7 സൂര്യന്റെ ശോഭയേക്കാൾ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തോട് ചേർന്ന് വസിച്ചവനായ മോശ 40 നോയമ്പിന്റെ അനുഷ്ഠാനങ്ങളിലൂടെ ആ നോയമ്പിന്റെ യഥാർത്ഥമായ രൂപം അവന്റെ ആത്മാവിൽ ആവൃത്തിപ്പെടുത്തുകയും അത് വലിയ വെളിച്ചമായി അവന്റെ മുഖത്ത് ശോഭിക്കുകയും ചെയ്യും. 40 നോയമ്പ് അനുഷ്ഠിച്ച് പാളയത്തിലേക്ക് ഇറങ്ങി വന്ന മോശയുടെ മുഖം തേജോമയമായിട്ട് തേജസ്സുറ്റ മുഖത്തോടുകൂടെ. പിന്നെ മോശയെ എങ്ങനെയാണ് അവരെങ്ങനെയാണ് മോശയുടെ മുഖത്തേക്ക് നോക്കിയത്? അവർ മോശയുടെ മുഖത്തേക്ക് ഒരു റൂമാൽ, ഒരു ശോശപ്പാ കൊണ്ട് ഇട്ടു, ഒരു തുണി കൊണ്ട് ഇട്ടു. ആ തുണി കൊണ്ട് മോശയുടെ മുഖത്ത് ഇട്ടതിന് ശേഷമാണ് അവർ മോശയുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ സംഗതിയായത്. നമ്മൾ നമ്മുടെ ആയുസ്സിൽ ഇപ്പൊ എത്ര 40 നോയമ്പ് എടുത്തെന്ന് പ്രായം വെച്ച് പുറകോട്ട് നോക്കിയാൽ മതി. കാരണം സുറിയാനി സഭ വിശ്വാസികൾ അവർ ജനിച്ചു വളർന്ന വീട്ടിൽ ജനിച്ച കാലഘട്ടം മുതൽ എന്തുണ്ട്? നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. നോമ്പനുഷ്ഠിച്ച് എനിക്ക് 43 വയസ്സ് കഴിഞ്ഞ് 44 വയസ്സാവുക. ഈ 44 വയസ്സിനുള്ളിൽ എന്റെ വീടിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ എല്ലാ നോമ്പും പരിപൂർണമായി അനുഷ്ഠിക്കുന്ന ഒരു ഭവനമാണ് എന്റെ. അപ്പോൾ ഞാൻ ബോധമനസ്സിലേക്ക് വരുന്നതിന് മുൻപും മാതാപിതാക്കൾ നോമ്പ് അനുഷ്ഠിച്ച ആ അനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെട്ട് ജീവിച്ചവനാണ് ഞാൻ. ഞായറാഴ്ച വൈകിട്ട് എന്റെ മൂത്ത മോള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എല്ലാ ചട്ടിയും തേച്ച് വഴുകി കമത്തി. വെള്ളം ഇല്ലെങ്കിൽ പോലും എന്ത് നടത്തി? എനിക്കൊരു സന്തോഷം തോന്നി. കിണറ്റിൽ വെള്ളം ഇല്ലെങ്കിലും എന്ത് ചെയ്തു? വീട് മുഴുവൻ കഴുകി, നോൺ വെജ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതായ പാത്രങ്ങളെല്ലാം കഴുകി കമത്തി. അപ്പൊ ആ ഒരു പാരമ്പര്യം, ഇതൊക്കെ പുറമെ കാണിക്കുന്ന കാര്യങ്ങളായിട്ടോ. ഞാൻ അകത്തേക്ക് വരാൻ പോകുക. ഇങ്ങനെ പാരമ്പര്യത്തിൽ ഉറച്ചു വിശ്വസിച്ച് ആ തലത്തിൽ എണിച്ചു വളർന്ന ഞാന് ഇത്രയും കാലം ജീവിച്ചിട്ട് എന്റെ ത്വക്കിന് എന്തെങ്കിലും മാറ്റം? ഈ നോമ്പെല്ലാം അനുഷ്ഠിച്ചിട്ട് എന്റെ ത്വക്ക് ശോഭിക്കുന്നുണ്ടോ? എന്റെ ത്വക്ക് പ്രകാശമയമായി തീരുന്നുണ്ടോ? നമുക്കറിയാം, നമ്മൾ എത്ര ചിരിച്ചാലും ഹൃദയത്തിനുള്ളിലുള്ളതായ ദുഷ്ട നീക്കിക്കളയാതെ ഒരിക്കലും നമ്മുടെ ചിരിയിൽ എന്തുണ്ടാകുകയില്ല? പ്രകാശം ഉണ്ടാകുകയില്ല, വെളിച്ചമുണ്ടാകുകയില്ല. അപ്പൊ നോമ്പ് അതിൻ്റെതായ അർത്ഥത്തിൽ, അഥവാ മോശയുടെ മകൻ ജ്വലിക്കാൻ കാരണം എന്താണ്? ആ ദൈവ വചനം കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ കൽപ്പന ഒരു മനുഷ്യൻ പാലിച്ച് അതിലവൻ നിറയുമ്പോഴാണ് യഥാർത്ഥമായ നോമ്പിന്റെ രൂപം അവന്റെ ഉള്ളിൽ ആവൃത്തിപ്പെടുത്തുകയും അത് അവന്റെ ത്വക്ക്, അവന്റെ ശരീരം മുഴുവനും തേജസ്സുറ്റ അവസ്ഥയിൽ, അഥവാ ത്വക്ക് ശോഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ദൈവ ചൈതന്യമുള്ളവനായി തീരുകയാണ്. അവനോട് ദൈവത്തിന്റെ യഥാർത്ഥമായ രൂപമാണ് വെളിയിൽ വരുന്നത്.
ഒരു നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ആ നോമ്പ് നമ്മളെ എത്തിക്കുന്നത് ഏത് തലത്തിലേക്കാണ്? ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ സാദൃശ്യം നമ്മിൽ നിന്ന് മറ്റുള്ളവർ ദർശിക്കുവാൻ തക്കവണ്ണമുള്ള തലത്തിലേക്ക് നോമ്പ് നമ്മെ എത്തിക്കണം. അതിന് സാധിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ശുഭക്കോനോയുടെ പാടിയ അല്ലെങ്കിൽ ആരാധന പാടിയ 2 പാട്ടുകൾ, അതിലെ ഒരു ഗീതം ഇങ്ങനെയാണ്: വൈരം മത്സരമിവടിയും സ്നേഹത്താലുൾ തളിരു നിറയ്ക്കണമേ നാദ നിഖിലേശ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ഉള്ളം നിറയണമെങ്കിൽ ആ വചനമുള്ളിലേക്ക് വരുന്ന എന്തുള്ളിൽ നിന്ന് മാറണം? വൈരം മത്സരമിവടിയും സ്നേഹത്താലുൾ തളിരു നിറയ്ക്കണമേ നാദ നിഖിലേശ കൃപജേന്നിൽ. ഈ മോശ മലയുടെ മുകളില് അഹ്റോനോട് വഴക്ക് പിടിച്ചിട്ടാ പോയിരുന്നെങ്കിൽ ഇവന്റെ മുഖത്തിന് തേജസ് ഉണ്ടാകുമോ? ഇവൻ ആരോടെങ്കിലും വൈരമുണ്ടായിരുന്നുവെങ്കിൽ, ഇവൻ ആരോടെങ്കിലും പിണക്കമുണ്ടായിരുന്നുവെങ്കിൽ, ആരോടെങ്കിലും അസൂയ ഉണ്ടായിരുന്നുവെങ്കിൽ, ആരോടെങ്കിലും വൈരം വെച്ച് പുലർത്തിയിരുന്നുവെങ്കിൽ ഇവരൊരിക്കലും എന്ത് കാണാൻ സാധിക്കുമായിരുന്നില്ല? ദൈവ ചൈതന്യമോ ദൈവ തേജസ്സോ കാണുവാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഒരു നോമ്പിലേക്ക് വരുന്നതിന് മുൻപ് അവൻ ആരോടെങ്കിലും വൈരമുണ്ട് എങ്കിൽ ആ വൈരങ്ങളെ നീക്കണം. അതുപോലെ തന്നെ മത്സരങ്ങൾ, ഉള്ളിലുള്ളതായ മത്സരങ്ങളെ വെടിഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഉള്ളങ്ങളെ നിറയ്ക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിയുടെ നോമ്പ് അതിൻ്റെതായ തലത്തിൽ അർത്ഥപൂർണം ആയി തീരുകയും. മറ്റൊന്ന്, സ്നേഹിക്കണം പ്രാതാക്കളെ നീ അവയവതുല്യം കർത്താവിശോയൻ തന്നെ മെയിൻ മൗലി. സ്നേഹിക്കണം പ്രാതാക്കളെ. ആരാ പ്രാതാക്കൾ എന്ന് വെച്ചാൽ? മാതാവും പിതാവും. മാതാപിതാക്കൾ. മാതാപിതാക്കളെ നീ സ്നേഹിക്കണം. എങ്ങനെ? നിന്റെ അവയവ തുല്യം നീ നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കണം. 2, കോപം മൂലം മാതൃസ്നേഹം വിട്ടിടുന്നോ നാദദ്വേഷി പ്രാതുസ്നേഹിക്കില്ല. പാതൃസ്നേഹിക്കില്ല അടിമത്വം. അതായത് മാതാപിതാക്കളോട് കോപവും ഈർഷ്യവും വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ അവന്റെ നോമ്പ് ഗുണകരമാകില്ല, അവന്റെ നോമ്പ് ചൈതന്യമാകില്ല. വീണ്ടും ഇങ്ങനെ പാടുന്നു: ക്രോധവിഷ്ട ദൈവത്തെ പോൽ നിൻ ഭ്രാതാവോ ദൈക്യം പാലിച്ചിടണം നീ ചിന്താപൂർവം. നിന്റെ ഉള്ളിലുള്ളതായ ക്രോധ വിശിഷ്ടങ്ങളെ മുഴുവനും നീക്കി മാതാപിതാക്കളെ നീ ആരെ പോലെ കാണണം? ദൈവത്തെ പോലെ. നിൻ പ്രാതാവിനെ ഐക്യത്തോടെ ഉള്ളിൽ പാലിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ. ഒരു അവസ്ഥയാണ് കേട്ടോ നോമ്പിന്റെ ഒരു രൂപം നമ്മൾ മോശയിലൂടെ കണ്ടു. മറ്റൊരു രൂപം പിതാക്കന്മാര് ആരാധനയോട് ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥമായ നോമ്പിന്റെ രൂപം നമ്മിലുണ്ടാകണമെങ്കിൽ മാതാപിതാക്കളെ ദൈവത്തെ പോലെ കാണുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. നിന്റെ ചിന്തയിൽ എപ്പോഴും നിന്റെ മാതാപിതാക്കൾ ആരെ പോലെ ആയിരിക്കണം? ദൈവത്തെ പോലെ കരുതുവാൻ, സ്നേഹിപ്പാൻ നിനക്ക് കഴിയുമ്പോൾ മാത്രമേ നോമ്പിന്റെ രൂപം നിന്റെ മനസ്സിൽ ആർന്നിപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി.